ആ കൊച്ചുകുട്ടികൾ ചോദിക്കുന്നു, ഞങ്ങൾക്കും ജീവിക്കണ്ടേ? പ്രമേഹ രോഗികളായ കുട്ടികൾക്ക് നേരെ കണ്ണടച്ച് സർക്കാർ. ജന്മനാ പ്രമേഹ രോഗികളായ കുട്ടികൾക്കുള്ള സൗജന്യ ഇൻസുലിൻ വിതരണം വെട്ടിക്കുറച്ചു. ഇതുവരെ നൽകിയിരുന്ന ഷോർട്ട് ആക്ഷൻ ഇൻസുലിന് പകരം സാധാരണ ഇൻസുലിനാകും ഇനി നൽകുക. സാധാരണ കുടുംബങ്ങളിലെ നൂറുകണക്കിന് കുട്ടികളുടെ ജീവിതം തന്നെ പ്രതിസന്ധിയിലാക്കുന്നതാണ് സർക്കാർ തീരുമാനം. ചെറിയ പ്രായം മുതൽ പ്രമേഹബാധിതരായ കുട്ടികൾക്ക് നൽകിയിരുന്ന കൈത്താങ്ങാണ് സർക്കാർ നിർത്തലാക്കുന്നത്. ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന അളവിൽ ഇനി മുതൽ സൗജന്യ ഇൻസുലിൻ നൽകേണ്ടതില്ല എന്നാണ് സർക്കാർ തീരുമാനം. 5 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇതുവരെ നൽകിയിരുന്ന ഷോർട്ട് ആക്ഷൻ ഇൻസുലിന് പകരം ഇനി മുതൽ സാധാരണ ഇൻസുലിനാകും നൽകുക. സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം പറഞ്ഞ് സർക്കാർ നടത്തുന്ന നീക്കം നൂറുകണക്കിന് കുട്ടികളുടെ ജീവിതം തന്നെ പ്രതിസന്ധിയിലാക്കുന്നതാണ്. ഇപ്പോൾ രക്ഷിതാക്കളുടെ ആവശ്യമെന്ന് പറയുന്നത് തുടക്കം മുതൽ നൽകിയിരുന്ന ഗുണനിലവാരമുള്ള അതേ ഇൻസുലിൻ ഈ കുട്ടികളിലേക്ക് ലഭ്യമാക്കുകയും ഈ കുട്ടികളുടെ ആവശ്യാനുസരണം ഈ ജീവൻ രക്ഷാ മരുന്നായ ഇൻസുലിൻ അവരിലേക്ക് ഗവൺമെന്റ് എത്തിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. ചെറുപ്രായത്തിൽ തുടങ്ങി ജീവിതാവസാനം വരെ നീണ്ടു നിൽക്കുന്ന അവസ്ഥയാണ് ടൈപ്പ് 1 പ്രമേഹം. കുട്ടികൾക്ക് സ്കൂളിൽ വെച്ചും രാത്രിയിലുമെല്ലാം ഇൻസുലിൻ കൃത്യമായ അളവിൽ നൽകിയാൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും. യഥാസമയം ഇൻസുലിൻ നൽകിയില്ലെങ്കിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാകും ഇവർക്കുണ്ടാവുക. സാമൂഹികനീതി വകുപ്പിന് കീഴിലുള്ള മിഠായി പദ്ധതി ഇതുവരെ ഇൻസുലിൻ സൗജന്യമായിട്ടാണ് നൽകിയിരുന്നത്. സർക്കാർ തീരുമാനം മാറുമ്പോൾ ഇനി മുതൽ ഇൻസുലിൻ രക്ഷിതാക്കൾ പണം കൊടുത്തു വാങ്ങേണ്ടതായി വരും. കുട്ടികളിൽ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനായി ഷോർട്ട് ആക്ഷൻ ഇൻസുലിനാണ് ഇതുവരെ നൽകിയിരുന്നത്. പക്ഷേ ഇനി മുതൽ സാധാരണ ഇൻസുലിൻ മാത്രം മതിയെന്നാണ് സർക്കാർ തീരുമാനം. 2018 പദ്ധതി തുടങ്ങുമ്പോൾ 600 കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 1830 കുട്ടികൾ പദ്ധതിയിലുണ്ട്. 1000-ഓളം കുട്ടികൾ അപേക്ഷ നൽകി കാത്തിരിക്കുന്നു. സർക്കാർ മനസ്സുവെച്ചാൽ മാത്രമേ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനാകൂ. ടൈപ്പ് 1 പ്രമേഹമെന്ന ആജീവനാന്ത പ്രതിസന്ധിയോട് പോരാടുന്ന കുട്ടികളോടും അവരുടെ കുടുംബങ്ങളോടും സർക്കാർ കരുണ കാണിക്കണം. മലപ്പുറത്തുനിന്നും CB അനുമോദ്, ന്യൂസ് 18. ടൈപ്പ് 1 പ്രമേഹത്തെ അതിജീവിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ നേരിടുന്ന വെല്ലുവിളികൾ അതികഠിനമാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം പോലും നൽകാൻ കഴിയാതെ ഊണിലും ഉറക്കത്തിലും എന്ന് പറയുന്ന പോലെ അവർക്കൊപ്പം നിൽക്കുകയാണ് ഇവർ. സർക്കാർ ഷോർട്ട് ആക്ഷൻ ഇൻസുലിന് പകരം റെഗുലർ ഇൻസുലിൻ നൽകുന്നത് ഇവർക്ക് നൽകുന്ന ബുദ്ധിമുട്ടും വലുതായിരിക്കും. 4ാം ക്ലാസ്സുകാരി ഖദീജ സാബിയ ടൈപ്പ് 1 പ്രമേഹത്തെ അതിജീവിക്കുന്ന ആയിരക്കണക്കിന് കുട്ടികളിൽ ഒരാളാണ്. പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും എല്ലാം മിടുമിടുക്കിയായി ഇവളെ മറ്റു കുട്ടികൾക്കൊപ്പം മുന്നേറാൻ സഹായിക്കുന്നത് ഇൻസുലിനാണ്. എല്ലാ ദിവസവും നോക്കണം, എന്നാലേ അത് കറക്റ്റായിട്ട് വരുള്ളൂ. രാവിലെ നോക്കും, ഉച്ചക്ക് നോക്കും, പിന്നെ വൈകുന്നേരം സംശയമൊക്കെ ഉണ്ടാവുമ്പോൾ നോക്കും, രാത്രി ഭക്ഷണത്തിനൊക്കെ മുമ്പ് നോക്കും. സ്കൂളിൽ ക്ലാസ് റൂമിൽ ആരുമില്ലെങ്കിൽ ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ മുകളിലൊരു റൂമുണ്ട്, അവിടെ പോയിട്ട് ചെക്ക് ചെയ്യും. എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടാവും, ഒരാളോ രണ്ടാളൊക്കെ ഉണ്ടാവും, ഒരു കൂടെ വരും. ഒരു ഞാൻ ചെക്ക് ചെയ്യുന്നൊക്കെ കണ്ടിട്ടുണ്ട്. ഒരെന്നെ ഹെൽപ്പ് എപ്പോൾ എന്നെ സഹായിക്കും. സ്കൂളിൽ വെച്ച് ഭക്ഷണത്തിന് മുൻപെടുക്കുന്ന ഷോർട്ട് ആക്ഷൻ ഇൻസുലിൻ അനലോഗാണ് ഈ മിടുക്കിയെ മറ്റുള്ളവർക്കൊപ്പം നടത്തുന്നത്. എന്നാൽ സർക്കാരിന്റെ മാറിയ പദ്ധതി ഈ കുടുംബത്തിന് നൽകുന്ന ആശങ്ക ചെറുതല്ല. ഷോർട്ട് ആക്ഷൻ ഇൻസുലിൻ ആണെങ്കിൽ ഭക്ഷണത്തിന് 10 മിനിറ്റ് മുൻപ് മാത്രം ഇഞ്ചക്ട് ചെയ്താൽ മതി. എന്നാൽ സാധാരണ ഇൻസുലിൻ ആണെങ്കിൽ അത് അരമണിക്കൂർ മുമ്പെങ്കിലും നൽകേണ്ടതുണ്ട്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഇത് വലിയ ബുദ്ധിമുട്ടാണ്. സർക്കാർ തരുന്ന മരുന്ന് തന്നില്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ പുറമേ നിന്നും പൈസ കൊടുത്ത് വാങ്ങുന്നുണ്ട്. മാസത്തിൽ ഒരു 10,000-15,000 വരെ പൈസ മരുന്നിനാവും. മരുന്ന് മാത്രമല്ല വേണ്ടത്, നീഡിൽ വേണം, സ്ട്രിപ്പ് വേണം, ലാൻസെറ്റ് വേണം, എല്ലാം വേണം. അതൊക്കെ പുറമേ നിന്ന് ഈ വാങ്ങാന്ന് പറയുമ്പോൾ നമുക്ക് ഭീമമായി, നമ്മൾ കൂലിപ്പണിക്കാരാണ്, വാടക വീട്ടുകാരാണ്. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് അത് കൊടുക്കാൻ വളരെ പ്രയാസമാണ് സർക്കാർ ഇങ്ങനെ ചെയ്യുമ്പോൾ. കുട്ടികൾ വലുതാവുന്നതോടെ നൽകേണ്ട ഇൻസുലിന്റെ അളവും കൂടി വരും. അതായത് മുൻ വർഷത്തേക്കാളധികം ഇൻസുലിൻ ഓരോ വർഷവും ഇഞ്ചക്ട് ചെയ്യേണ്ട സാഹചര്യം. ഒരു ശരാശരി വരുമാനം മാത്രമുള്ള കുടുംബത്തിന് പ്രതിമാസം 5,000-ലധികം രൂപ ഇൻസുലിന് വേണ്ടി മാത്രം അധികം കണ്ടെത്തേണ്ടതുണ്ട്. പ്രതിസന്ധികളോട് മല്ലിടുന്ന ഇവർക്ക് ഇത് നൽകുന്ന സമ്മർദ്ദം വളരെ വലുതാണ്. PV വിനോദ് കുമാറിനൊപ്പം CB അനുമോദ്, ന്യൂസ് 18. ഷോർട്ട് ആക്ഷൻ ഇൻസുലിനും സാധാരണ ഇൻസുലിനും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ടെന്ന് ഈ മേഖലയിലുള്ളവർ പറയുന്നു.
ഷുഗർ ലെവൽ നിയന്ത്രിക്കുന്നത് മുതൽ ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയം വരെ വ്യത്യസ്തമാണ്. കുട്ടികൾക്ക് എന്തുകൊണ്ടും അനുയോജ്യം ഷോർട്ട് ആക്ഷൻ ഇൻസുലിൻ ആണെന്ന് ഡോക്ടർമാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സാധാരണ പ്രമേഹ രോഗികൾ ഉപയോഗിക്കുന്നതാണ് റെഗുലർ ഇൻസുലിൻ. ടൈപ്പ് 1 പ്രമേഹ രോഗികൾക്ക് ഉത്തമം ഷോർട്ട് ആക്ഷൻ ഇൻസുലിനാണ്. ഇതിന് പ്രവർത്തനമേറെ വ്യത്യാസമുണ്ട്. ഷോർട്ട് ആക്ഷൻ ഇൻസുലിൻ ഭക്ഷണത്തിന് 10 മിനിറ്റ് മുൻപോ ഭക്ഷണത്തിന് 10 മിനിറ്റ് ശേഷമോ എടുത്താൽ മതി. എന്നാൽ റെഗുലർ ഇൻസുലിൻ ആണെങ്കിൽ ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് തന്നെ എടുക്കേണ്ടതുണ്ട്. മുമ്പ് ഗവൺമെന്റിന്റെ നല്ലൊരു ഇനിഷ്യേറ്റീവാണ് മിഠായി എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം. അപ്പോൾ അതിൽ ഗവൺമെന്റ് മുമ്പ് കൊടുത്തിരുന്നത് ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ അനലോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസുലിൻ. അപ്പോൾ അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു മേന്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുട്ടികൾ പലപ്പോഴും സ്കൂളിൽ പോകുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്ക് ഭക്ഷണത്തിൻ്റെ 5 മിനിറ്റ് മുമ്പോ അല്ലെങ്കിൽ 10 മിനിറ്റ് മുമ്പോ അല്ലെങ്കിൽ ചില നോറാപ്പിഡ് അല്ലെങ്കിൽ നമുക്കിപ്പോൾ ലിസ്പ്രോ അസ്പാർട്ട് പോലെയുള്ള ഇൻസുലിനുകളാണെങ്കിൽ ഈവൻ ഭക്ഷണം കഴിഞ്ഞ് 10 മിനിറ്റിൻ്റെ ശേഷം എടുക്കാവുന്നതാണ്. രണ്ടാമതുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ അത് ഷുഗർ കുറഞ്ഞു പോകുന്ന അവസ്ഥ, 70 താഴെ പോകുന്ന അവസ്ഥ ഇൻസുലിൻ അനലോഗിന് സാധാരണ ഇൻസുലിനായിട്ട് 10 മടങ്ങ് കുറവാണ് സാധ്യത. റെഗുലർ ഇൻസുലിന്റെ സ്വാധീനം 8 മണിക്കൂറോളം നീണ്ടു നിൽക്കുമെങ്കിൽ ഷോർട്ട് ആക്ഷൻ ഇൻസുലിന്റെ സ്വാധീനം 4 മണിക്കൂർ വരെ മാത്രമേ ഉണ്ടാകൂ. കുട്ടികൾക്ക് അനുയോജ്യം എന്തുകൊണ്ടും ഷോർട്ട് ആക്ഷൻ ഇൻസുലിനാണെന്ന് ഡോക്ടർമാർ വിശദീകരിക്കുന്നു. നമ്മൾ ഇപ്പോൾ ഗവൺമെന്റ് കൊടുക്കുക എന്ന് പറയുന്നത് റെഗുലർ ഇൻസുലിനാണ്. അതാണെങ്കിൽ നമുക്ക് അരമണിക്കൂർ മുമ്പ് എടുക്കുകയും നമുക്ക് അതിൻ്റെ പ്രവർത്തനം ഏകദേശം 4-5 മണിക്കൂർ വരെ നിൽക്കാം. അപ്പോൾ മറ്റേ മുമ്പ് ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ അനലോഗുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ ഇൻസുലിന് ഹൈപ്പോഗ്ലൈസീമിയ, ഷുഗർ താന്നു പോകാനുള്ള സാധ്യത കുറച്ച് കുറവ്. പിന്നെ കുട്ടികൾക്ക് പലപ്പോഴും സ്കൂളിൽ പോകുമ്പോൾ അരമണിക്കൂർ മുമ്പ് എടുക്കുക എന്ന് പറയുന്നത് പലപ്പോഴും ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. ഷോർട്ട് ആക്ഷൻ ഇൻസുലിന് പകരം റെഗുലർ ഇൻസുലിൻ നൽകുന്നത് കുട്ടികളെ സംബന്ധിച്ച് ഗുണം ചെയ്യുന്നതല്ല. റെഗുലർ ഇൻസുലിന്റെ ഇരട്ടിയിലധികം വിലയുണ്ട് ഷോർട്ട് ആക്ഷൻ ഇൻസുലിന് എന്നതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾക്ക് സർക്കാർ സഹായമില്ലാതെ മുന്നോട്ടു പോകുന്നത് എളുപ്പമാകില്ല. ന്യൂസ് 18 മലപ്പുറം. CV അനുമോദ് വിവരങ്ങളുമായി മലപ്പുറത്ത് ചേരുന്നു. അനുമതി പറഞ്ഞു നിർത്തുന്ന പോലെ തന്നെ ഷുഗർ ഏറ്റക്കുറച്ചിലുകൾ, ഈ സാധാരണ ഇൻസുലിൻ ആകുമ്പോൾ ഉണ്ടാകുന്ന വിഷമം, അത് ആരോഗ്യപരമായിട്ട് തന്നെ ഉണ്ടാക്കുന്നത് ആദ്യ ബുദ്ധിമുട്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. പിന്നീടാണ് ഈ കുടുംബത്തിന് ഉണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി ഇതുമൂലം വരുന്നത്. അങ്ങനെ രണ്ട് വിഷയമായിട്ട് തള്ളിവിടുന്നു ഒരു പറ്റം കുടുംബങ്ങളെ എന്നുള്ളൊരു കാര്യമുണ്ട്. ഏത് തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു ഏപ്രിൽ തൊട്ട് ഈ തരത്തിലുള്ള ഭേദഗതി വരുന്നതോടുകൂടി എന്നുകൂടിയാണ് ഇവരുടെ ആശങ്ക? അപർണ, ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കുട്ടികളുടെ കുടുംബങ്ങൾ നേരിടുന്നത് 2 തരത്തിലുള്ള പ്രധാന വെല്ലുവിളികൾ. ഒന്ന് സാമ്പത്തികമായിട്ട്, 2 മാനസികമായിട്ട്. ഈ കുട്ടികൾ വളരെ ചെറുപ്രായത്തിൽ 2-3 വയസ്സുള്ളപ്പോൾ ഇവർക്ക് പ്രമേഹം കണ്ടെത്തിയാൽ പിന്നെ ആജീവനാഥം ഇവർക്ക് ഈ ഇൻസുലിൻ എടുത്തേ പറ്റൂ. അതിൻ്റെ ഈ ഇൻസുലിൻ്റെ വില തന്നെ ചിലപ്പോൾ 6000-ലധികം വരും. ഓരോ വർഷം കഴിയുന്തോറും അതിൻ്റെ വില കൂടി വരും. ഒരു മാസം 15000 വരെ മരുന്നിന് വേണ്ടി മാത്രം കണ്ടെത്തേണ്ട സാഹചര്യം. അവിടെയായിരുന്നു മിഠായി പദ്ധതി പ്രകാരം ഇവർക്ക് സൗജന്യമായിട്ട് ഇൻസുലിൻ കൊടുത്തിരുന്നത്. അത് ഈ ഷോർട്ട് ആക്ഷൻ ഇൻസുലിൻ എന്ന ഈ കുട്ടികളുടെ പ്രമേഹത്തിന് ഏറ്റവും അനുയോജ്യമാണെന്ന് ഡോക്ടർമാർ പറഞ്ഞ ഇൻസുലിനായിരുന്നു ഇതുവരെ നൽകിയത്. അതും ഡോക്ടർമാർ പറയുന്നത്ര അളവിൽ കൊടുത്തിരുന്നു. ഇന്നിപ്പോൾ 5 വയസ്സിന് താഴെയുള്ളവർക്ക് കൊടുക്കുന്ന ഷോർട്ട് ആക്ഷൻ ഇൻസുലിൻ്റെ അളവ് നിജപ്പെടുത്തിയിട്ടുണ്ട്. അതിനും 5 വയസ്സിന് മുകളിലുള്ളവർക്ക് സാധാരണ ഇൻസുലിൻ കൊടുക്കുന്നു. അപ്പോൾ അതും നിശ്ചിത എണ്ണം മാത്രമേ കൊടുക്കുകയുള്ളൂ. അതിനപ്പുറമുള്ളത് രക്ഷിതാക്കൾ പണം കൊടുത്തു വാങ്ങണം. മാത്രമല്ല, കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഈ നേരത്തെ ഉണ്ടായിരുന്ന ഇൻസുലിൻ ആണെങ്കിൽ അവരുടെ ദിനചര്യകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഉച്ചഭക്ഷണത്തിന് 10 മിനിറ്റ് മുമ്പ് ഇത് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കും. പക്ഷേ സാധാരണ ഇൻസുലിൻ ആണെങ്കിൽ അത് അരമണിക്കൂർ മുമ്പ് എടുക്കണം. മാത്രമല്ല അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് കുട്ടികളെ സംബന്ധിച്ച് ചിലപ്പോൾ സാധാരണയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഇവിടെ വേണ്ടത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ കുട്ടികൾക്ക് ഇൻസുലിൻ സൗജന്യമായിട്ട് നൽകുന്ന പദ്ധതി നിലനിർത്തുക എന്നുള്ളതാണ്. അവിടെയും 2 പ്രതിസന്ധികളുണ്ട്. ഒന്ന്, ഇതിനുള്ള ഫണ്ട് സാമൂഹ്യക്ഷേമ വകുപ്പ് ഇതുവരെ വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത്രയും വർഷമായിട്ടും ഒരേ തരത്തിൽ തന്നെയാണ് ഈ ഫണ്ടിൻ്റെ ലഭ്യത ഉള്ളത്. പക്ഷേ മുൻപത്തേക്കാൾ കൂടുതൽ ഗുണഭോക്താക്കൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. മുൻപത് 600 മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ 1000-ലധികം പേരുണ്ട്. 1800-ലധികം പേരുണ്ട്. 1000-ലധികം പേര് ഈ പട്ടികയിൽ, അതായത് ഇതിന് അപേക്ഷ നൽകി കാത്തിരിക്കുന്ന സംഭവമുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ അർത്ഥത്തിലും സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന സാഹചര്യമാണ്. 3.8 കോടി രൂപ മാത്രമാണ് 8 കോടി രൂപ മാത്രമാണ് ഇപ്പോഴും അനുവദിക്കുന്നത് 2019 മുതൽ 2024 വരെയുള്ള സാഹചര്യത്തിൽ.
അതിൻ്റെ ഇടയിൽ കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നു, മരുന്നിൻ്റെ വില വർദ്ധിക്കുന്നു. പക്ഷെ അപ്പോഴും സർക്കാർ ഇതിലേക്ക് കൂടുതൽ ഫണ്ട് വകമാറ്റുന്നില്ല, കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് ഈ ഗുണഭോക്താക്കളെ സംബന്ധിച്ചുള്ള വലിയ ഒരു വെല്ലുവിളി ആകുന്ന സാഹചര്യം. ഇവിടെ ഇടപെടേണ്ടത് സർക്കാർ തന്നെയാണ്. സർക്കാർ മിഠായി പദ്ധതി തുടരുക, അതിൽ കുട്ടികൾക്ക് ഈ ഇൻസുലിൻ സൗജന്യമായി മുൻപ് കൊടുത്തിരുന്ന ഇൻസുലിൻ സൗജന്യമായി കൊടുത്തിരുന്ന അതേ രീതിയിൽ തന്നെ തുടരേണ്ടതുണ്ട്. ഞാനൊന്ന് ഇടപെടുന്നു അനുമോദ്, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. MLA ശ്രീ നജീബ് കാന്തപുരം നമുക്കൊപ്പം ചേരുന്നു. ഒരു വലിയ സംഘം കുടുംബങ്ങൾക്ക്, അതായത് ഇപ്പോൾ 1830ഓളം കുട്ടികൾ ഓൾറെഡി പദ്ധതിയിലുണ്ട്, ഇനി 1000ഓളം കുട്ടികളൊക്കെ വരുന്നു എന്ന് പറയുന്നു. സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് സാമൂഹിക സുരക്ഷാ മിഷൻ പറയുന്ന ഒരു വിഷയമുണ്ട്. ഇത് ഏത് തരത്തിൽ പരിഹരിക്കപ്പെടണം? ഇതിന് കൂടുതൽ ഫണ്ട് അനുവദിക്കാനുള്ള ഒരു സമ്മർദ്ദം രാഷ്ട്രീയപരമായിട്ട് ഉണ്ടാകേണ്ടതാണോ? എങ്ങനെയാണ് ഈ ഒരു പ്രതിസന്ധിയെ താങ്കൾ കാണുന്നത്? ഞാൻ ഈ വിഷയത്തിൽ വളരെ നേരത്തെ തന്നെ ശക്തമായി ഇടപെട്ട ഒരാളാണ്. ഞാൻ കേരള നിയമസഭയിൽ ഇത് സംബന്ധമായിട്ട് സബ്മിഷൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ചോദ്യോത്തര വേളയിൽ നിരവധി തവണ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന്റെ കാരണം, ഞാൻ ഈ ടൈപ്പ് 1 പ്രമേഹ രോഗികളായ കുട്ടികളുടെ അസോസിയേഷനുമായിട്ട്, അവരുടെ സംഘടനയുമായിട്ട് നിരന്തരമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ടി എന്നാൽ കഴിയുന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇതിന് എന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്ന് പറയുന്നത്, ഞാനൊരു ട്രെയിൻ യാത്രക്കിടയിൽ എനിക്കുണ്ടായ ഒരു അനുഭവമായിരുന്നു. അന്ന് ഒരു ടൈപ്പ് 1 പ്രമേഹ രോഗിയായ ഒരു കുട്ടിയുടെ രക്ഷിതാക്കൾ ആ കുട്ടിക്ക് ഇടയ്ക്കിടെ ഇൻസുലിൻ കൊടുക്കുന്നത് കണ്ട് ഞാൻ ആകെ എന്താണ് ഈ കുട്ടിക്ക് ഇഞ്ചക്ഷൻ ചെയ്യുന്നത് എന്നുള്ളത് അത്ഭുതത്തോടു കൂടി ചോദിച്ചപ്പോഴാണ് ഇതിന്റെ ഒരു യഥാർത്ഥ മുഖം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ എത്ര സങ്കടപ്പെടേണ്ട ഒരു സാഹചര്യമാണ് എന്നുള്ളത് അവരുടെ ജീവിതത്തിലൂടെ നമ്മൾ കയറിപ്പോകുമ്പോൾ മാത്രമേ അറിയുകയുള്ളൂ. പലപ്പോഴും നമുക്കൊന്നും അറിയില്ല. പ്രത്യേകിച്ചും കുട്ടികള് സ്കൂളിൽ പോലും ടൈപ്പ് 1 പ്രമേഹ രോഗിയാണ് എന്നറിയാതെ ബാത്റൂമിൽ പോയിട്ടൊക്കെ പലപ്പോഴും അവര് ഇഞ്ചക്ഷൻ എടുക്കുന്ന സാഹചര്യം പോലും ഉണ്ട്. അത്ര സങ്കടകരമായ സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് മിഠായി എന്ന പദ്ധതി പോലും നിലക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷമുള്ള ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് പ്രയോറിറ്റി ഫിക്സ് ചെയ്യുന്നതിലുള്ള ഗവൺമെന്റിന്റെ പരാജയമാണ്. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ നമ്മൾ ഫണ്ടില്ല എന്ന് പറയുമ്പോഴും ഇവിടെ നിർബാധമായിട്ട് ഗവൺമെന്റ് അനാവശ്യത്തിനും ഫണ്ട് ചിലവഴിക്കുകയാണ്. ഉദാഹരണമായിട്ട് ഇപ്പോൾ PSC മെമ്പർമാരുടെ ശമ്പളം കൂട്ടുന്നത് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും ഇല്ലാതെ വർധന കൊടുക്കുമ്പോഴും ഇത്തരത്തിലുള്ള വളരെ അനിവാര്യമായിട്ടുള്ള ജീവിതം ഒരടി ഇനി മുന്നോട്ട് പോവില്ല എന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യരോട് കരുണ കാണിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു കണ്ണിൽ ചോരയില്ലാത്ത ഗവൺമെന്റായി ഇടതുപക്ഷ സർക്കാർ മാറി എന്നുള്ളതിന്റെ പ്രശ്നമാണ്. ഇത് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ, പ്രയോറിറ്റി, ഒരു ഗവൺമെന്റിന്റെ പ്രയോറിറ്റി എന്താണ്? ഇപ്പൊ നമ്മൾ ആശാവർക്കർമാരുടെ സമരം കാണുന്നു, കേരളത്തിലെ പലവിധ സമരങ്ങൾ കാണുന്നു, അംഗനവാടി ടീച്ചർമാരുടെ സമരം കാണുന്നു. അപ്പൊ ഗവൺമെന്റിന്റെ പ്രയോറിറ്റി എന്തായിരിക്കണം? അതേ സമയത്ത് നിയമസഭയിൽ എന്താണ് മന്ത്രിമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ധനമന്ത്രി അടക്കം പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയും കേരളത്തിൽ ഇല്ല എന്നാണ്. അപ്പൊ കേരളത്തിൽ ഇല്ലെങ്കിൽ അവരാർക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ഞാൻ പറയുന്നു, ഒന്നാമത് പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു പ്രശ്നത്തെ അവഗണിക്കുകയും അത് കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യുന്നത് കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ്. ഒരു കാരണവശാലും ഇങ്ങനെ ഒരു നിലപാട് ഗവൺമെന്റ് എടുക്കാൻ പാടില്ല. തീർച്ചയായിട്ടും ഈ കുട്ടികളുടെ സങ്കടം ഒന്നുകിൽ മന്ത്രി ഒരു ടൈപ്പ് 1 പ്രമേഹ രോഗിയായ ഒരു കുട്ടിയെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ നജീബ് കാന്തപുരം, താങ്കൾ ഈ പറഞ്ഞതെല്ലാം അതോടൊപ്പം തന്നെ ഈ 2007 വർഷത്തിനിടെ 24 കോടി അനുവദിക്കപ്പെടുന്നു. ഈ അനുവദിക്കുന്ന ഫണ്ട് തന്നെ പര്യാപ്തമല്ല, അല്ലെങ്കിൽ 2019 തൊട്ട് ആ ഫണ്ടിൽ വ്യത്യാസം വന്നിട്ടില്ല. ഇതിൽ അനുവദിച്ചതിൽ പകുതിയും ചെലവഴിക്കാതെ നഷ്ടമായി എന്നൊരു കണക്ക് കൂടി ഇതിനൊപ്പം വരുന്നുണ്ട്. ഇത്രയും കുട്ടികൾ നിൽക്കുമ്പോൾ അതിലും ഒരു വലിയ ലാപ്സ് ഉണ്ടായിരിക്കുന്നു അല്ലേ? അല്ല, ഞാൻ യഥാർത്ഥത്തിൽ ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും സങ്കടകരമായ കാര്യം, നമ്മളിപ്പോ ഗവൺമെന്റ് തന്നെ പണ്ടൊക്കെ നമ്മൾ എക്സ്പെൻഡിച്ചർ ഇപ്പൊ ഒരു സാമ്പത്തിക വർഷം കഴിയുമ്പോൾ എക്സ്പെൻഡിച്ചർ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെ നെട്ടോട്ടായിരുന്നു. ഒരു കാലത്ത് അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്ന് നിങ്ങൾ ആലോചിക്കണം, എത്ര എക്സ്പെൻഡിച്ചർ കട്ട് ചെയ്യുന്നോ ആ ഡിപ്പാർട്ട്മെന്റുകൾക്ക് പാരിതോഷികം കൊടുക്കുന്ന ഒരു ഗവൺമെന്റാണ്. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കള്ളക്കളിയാണ്. എന്താ വെച്ചാൽ ഗവൺമെന്റ് ബജറ്റിൽ വെക്കുന്ന പൈസ പോലും ഈ പാവങ്ങളായ മനുഷ്യർക്ക് കൊടുക്കാതെ അത് പൂർണ്ണമായിട്ടും അതിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഇതൊന്നും ഒരു ശരിയായ നടപടിയല്ല. ഒരു ഗവൺമെന്റിൽ നിന്ന്
പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ രക്ഷിതാക്കളുടെയൊക്കെ ഒരു സാമ്പത്തിക സാഹചര്യം, അവർക്കൊരു ജോലിക്ക് പോകാൻ വയ്യ, എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണെന്നറിയാം. ആ ബുദ്ധിമുട്ടുകൾക്കിടയിലൂടെ പോകുന്ന ആ രക്ഷിതാക്കളോട് ഇത്തിരിയെങ്കിലും കരുണ കാണിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാകുമായിരുന്നെങ്കിൽ ഇതൊരിക്കലും ചെയ്യുമായിരുന്നില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. എന്നുവെച്ചാൽ അവർക്ക് വേണ്ടി അനുവദിക്കപ്പെട്ട ബജറ്റ് അലോക്കേഷൻ പോലും എക്സ്പെൻഡിച്ചർ ആവുന്നില്ല. എന്നാലോ ഇവരെത്ര കഷ്ടപ്പെട്ടാണ് അവർ മുന്നോട്ട് പോകുന്നതെന്നറിയോ? ഒരു മാസം എന്തൊരു ചെലവാണെന്നറിയോ? ആർക്ക് സാധിക്കും? ഒരു സാധാരണ കുടുംബത്തിലെ ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു രോഗം വന്നാൽ ആ കുടുംബത്തിന്റെ ഒരു അവസ്ഥ ഏറെ സങ്കടകരമാണ്. കാരണം ഒരു ദിവസം പോലും മരുന്ന് മാറ്റിവെക്കാൻ കഴിയാത്ത സാഹചര്യം. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളോട് ഒരു ഗവൺമെന്റിന്റെ ഒരു മനോഭാവത്തിന്റെ പ്രശ്നമാണ്. ഇടതുപക്ഷ സർക്കാർ എന്നൊക്കെ പറയുന്നത് എത്ര നാണക്കേടാണ്. ഒരു മനോഭാവം ആർക്ക് വേണ്ടിയാണ് ഇവരൊക്കെ നിലകൊള്ളുന്നത്? ഒരു ഗവൺമെന്റ് ഇപ്പോഴും ഗവൺമെന്റ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ അവർക്ക് ആവശ്യമുള്ള എത്ര പിൻവാതിൽ നിയമനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എന്തെല്ലാം എത്ര പാർട്ടിക്കാരെയാണ് ഇപ്പൊ സർക്കാർ വേതനം കൊടുത്ത് നിലനിർത്തുന്നത്. ഇതൊന്നും ശരിയായ കാര്യമല്ല. ഈ കുട്ടികളോട് കാണിക്കുന്ന അനീതിക്ക് അവർ മറുപടി പറയേണ്ടി തന്നെ വരും. ശ്രീ നജീബ് കാന്തപുരം, ഇത് പലതും പല ഫ്ലാഗ്ഷിപ്പ് പദ്ധതികളുമായിട്ട് ഇത് കൊട്ടിഘോഷിക്കപ്പെടുക, ബഡ്ജറ്റിൽ ആദ്യം ഫണ്ട് അലോക്കേറ്റ് ചെയ്യുക, അത് കഴിഞ്ഞപ്പോൾ ഈ പദ്ധതി തന്നെ നവംബർ തൊട്ട് കിട്ടാനില്ല, ഇൻസുലിൻ കിട്ടാനില്ല, സ്ട്രിപ്പ് കിട്ടാനില്ല. അപ്പോൾ ഈ ഇത് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി വരുമ്പോൾ ഇത് വെട്ടിക്കുറയ്ക്കുകയാണെന്നുള്ള തീരുമാനത്തിലേക്ക് വരിക. പലതും പ്രഹസനങ്ങളാണ് ഈ കൊണ്ടുവരുന്ന പല ഫ്ലാഗ്ഷിപ്പ് പദ്ധതികളും എന്നുകൂടിയുണ്ടോ? മാത്രല്ല, ഞാൻ കഴിഞ്ഞ നിയമസഭയില് കഴിഞ്ഞ ദിവസം ഒരു ക്വസ്റ്റ്യൻ ഇടയിൽ ഒരു ചോദ്യം ചോദിച്ചത് വലിയ വിവാദമാക്കി. കാരണം ഞാൻ പറഞ്ഞു വാഗ്ദാന വകുപ്പ് എന്ന് പേരിടുന്നതായിരിക്കും ചില വകുപ്പുകൾക്ക് നല്ലത് എന്നാ പറഞ്ഞത്. കാരണം അവർ പറയുന്ന വാഗ്ദാനങ്ങളല്ലാതെ എന്താണ് ഇവിടെ നടപ്പാവുന്നത്? ഇപ്പൊ ഇത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. വലിയ കൊട്ടിഘോഷിച്ച് അതിനു വേണ്ടി വലിയ ഫണ്ട് ഇവന്റ് മാനേജ്മെന്റ് കമ്പനികൾക്ക് കിട്ടുന്നു എന്നല്ലാതെ ഇത് യഥാർത്ഥത്തിൽ കേരളത്തിൽ ആകെ ഗെയിൻ ചെയ്യുന്ന ഒരേ ഒരു വ്യവസായം ഇപ്പോ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ്. സർക്കാരിന്റെ ഇവന്റ് മാനേജ്മെന്റ് നടത്തുന്ന കമ്പനികൾക്ക് കിട്ടുന്നു എന്നല്ലാതെ നിങ്ങൾ നോക്കണം. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ഹോസ്പിറ്റലുകളിൽ, താലൂക്ക് ഹോസ്പിറ്റലുകളിൽ ഇവർ കാത്തിരിക്കുകയാണ്. മരുന്ന് വരും എന്ന് വിചാരിച്ചിട്ട് മരുന്ന് വരുന്നില്ല, മരുന്ന് കിട്ടുന്നില്ല. എന്തൊരു സങ്കടമായിട്ടുള്ള അവസ്ഥയാണെന്നറിയോ? എന്നെ എപ്പോഴും ഇപ്പോ കോഴിക്കോടുള്ള ഈ സംഘടനയുടെ തന്നെ ഒരു ഭാരവാഹിയുണ്ട്, ഷാന എന്ന് പറഞ്ഞ ഷാന, എപ്പോഴും വിളിച്ചോണ്ടിരിക്കാറുണ്ട് നിയമസഭയിലേക്ക് കാര്യം ഉണർത്തണം. ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന അത്രയും നമ്മളിത് ചോദ്യമായിട്ടും സബ്മിഷനായിട്ടും മന്ത്രിയെ നേരിട്ട് കണ്ടും എല്ലാം നമുക്കൊരു പ്രതിപക്ഷ അംഗം എന്ന നിലയ്ക്ക് എനിക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാം ചെയ്യാറുണ്ട്. കാരണം എനിക്കിതിന്റെ അവരുടെ ഏത് പരിപാടിക്കും ഞാൻ പങ്കെടുക്കാറുണ്ട്. കാരണം എന്താ പറയുക, അവരൊക്കെ അനുഭവിക്കുന്ന പ്രയാസം, ആ ജീവിതാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകൾ അനുഭവിക്കുന്ന പ്രയാസം ഒരിക്കലും മന്ത്രിമാർക്ക് അവരുടെ കാറ് പറന്നു പോകുമ്പോൾ കാണാൻ കഴിയില്ല. ഒന്ന് ഭൂമിയിൽ ഇറങ്ങണം, അവരൊക്കെ ഭൂമിയിൽ ഇറങ്ങണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, വളരെ നന്ദി ശ്രീ നജീബ് കാന്തപുരം പ്രതികരിച്ചത്. ഇപ്പോൾ വടകര ഡയമണ്ട് ഹോസ്പിറ്റലിൽ ഡോക്ടർ അഫ്രോസും നമുക്കൊപ്പം ചേരുന്നു. ഡോക്ടർ അഫ്രോസ്, ഡോക്ടർമാർ ഏത് തരത്തിൽ കാണുന്നു? ഷുഗറിൻ്റെ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകും സാധാരണ ഇൻസുലിൻ കുട്ടികൾക്ക് നൽകുകയാണെങ്കിൽ. ഇത് കുറേ സമയം നിൽക്കുമെങ്കിൽ പോലും അതിനൊരു ലോങ് ടൈം ഒരു ആഫ്റ്റർ ഇഫക്ട്സ് ഏത് തരത്തിലാണ് വരിക? കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന ഇൻസുലിൻ ഫിയാസ്പ് എന്ന് പറയുന്ന അൾട്രാ ഷോർട്ട് ആക്ടിങ് ഇൻസുലിനുകളായിരുന്നു. ആക്ച്വലി ലോകത്തെല്ലാവരുടെയും ടൈപ്പ് 1 കുട്ടികൾക്ക് ഏറ്റവും ഉചിതമെന്ന് മനസ്സിലാക്കിയിരുന്ന ഇൻസുലിനും ഈ അൾട്രാ ഷോർട്ട് ആക്ടിങ് ആയ ഫിയാസ്പ് പോലത്തെ ഇൻസുലിനാണ്. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഓരോ ഭക്ഷണത്തിന് മുന്നേയും ഇൻസുലിൻ വേണ്ടിവരും. അപ്പോൾ ഇച്ചിരി ലോങ് ആക്ടിങ് ആയ ഇൻസുലിനുകൾ കൊടുക്കും, എസ്പെഷ്യലി എക്സ്ട്രാപ്പിഡ് പോലത്തെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ആക്ച്വലി അവർ ഷോർട്ട് ആക്ടിങ് എന്നാണ് പേരെങ്കിലും കുട്ടികളെ സംബന്ധിച്ച് അത് ലോങ് ആക്ടിങ് ഇൻസുലിൻ തന്നെയാണ്. അപ്പൊ അതുപോലത്തെ ഇൻസുലിൻ കൊടുക്കുമ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 8 മണിക്കൂറോളം ഈ ഇൻസുലിന്റെ ആക്ഷൻ നീണ്ടു നിൽക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാം, ഷുഗർ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ കുട്ടികൾ ദിവസം 3-4 നേരം, ചില കുട്ടികൾ 7 നേരം വരെ ഇൻസുലിൻ അടിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് ഒരു നേരത്തെ ഇൻസുലിൻ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഷുഗർ കൂടുകയും ചെയ്യും, ഒരു നേരത്തെ ഇൻസുലിൻ കൂടിപ്പോയി കഴിഞ്ഞാൽ ഷുഗർ ഡൗൺ ആയി പോവുകയും ചെയ്യും. അപ്പൊ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ലോങ് ആക്ടിങ് ഇൻസുലിൻ കൊടുക്കുമ്പോൾ ഇടകളിൽ കൊടുക്കേണ്ട ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കൊടുക്കാനുള്ള ഇൻസുലിൻ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. മാത്രമല്ല ഈ കുട്ടികളെ സംബന്ധിച്ച് ഒരുപാട് സമയം ഇങ്ങനെ വർഷങ്ങളോളം ഇൻസുലിൻ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഷുഗർ കുറഞ്ഞു പോയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഹൈപ്പോഗ്ലൈസീമിയ അൺഅവയർനെസ് എന്ന് പറയും. അവർക്ക് ഷുഗർ കുറഞ്ഞു പോകുന്ന ലക്ഷണങ്ങളില്ലാതെ ജീവൻ അപകടത്തിനാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ തന്നെ ചെറിയ കുട്ടികളാണല്ലോ, 10-15 വയസ്സിന്റെ താഴെയുള്ള കുട്ടികളാണല്ലോ ഇവര്.
അവരെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാം, ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹൈപ്പോഗ്ലൈസീമിയ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞാൽ പഠന വൈകല്യങ്ങളും അതുപോലെ അറ്റൻഷൻ ഡെഫിസിറ്റും അതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇതൊക്കെയാണ് എന്ത് ചെയ്യാൻ പറഞ്ഞാൽ നമ്മളിപ്പം ഈ ഷോർട്ട് ആക്ടിങ് അൾട്രാ ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ മാറ്റിയിട്ട് ഇതുപോലുള്ള എന്ത് ചെയ്യാം എക്സ്ട്രാപിഡ് പോലത്തെ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ കൺവെൻഷണൽ ഇൻസുലിനിലേക്ക് മാറുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ ഡോക്ടർ, ഇതിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടും ഇത് തടസ്സപ്പെടുന്ന അവസ്ഥയുണ്ടായിരുന്നു. സ്ട്രിപ്പ് വിതരണമൊക്കെ തടസ്സപ്പെടുന്ന അവസ്ഥയുണ്ടായിരുന്നു. പുറത്തു നിന്ന് വാങ്ങിക്കുകയാണെങ്കിലും താങ്ങാവുന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കുടുംബങ്ങൾ എത്തിക്കും. അങ്ങനെയാണ് അതിനൊരു ഒരു റേറ്റ് ഒക്കെ അല്ലേ? അതെ, തീർച്ചയായും. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഫിയാസ് പോലത്തെ ഇൻസുലിൻ ഒന്നും ഒരിക്കലും സാധാരണ ഇപ്പം കേരളത്തിൽ ചെറിയൊരു ശതമാനം കുട്ടികൾ മാത്രമേ ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ള കുട്ടികൾ മാത്രമേ എന്ത് ചെയ്യാം ഇൻസുലിൻ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയുള്ളവരുള്ളൂ. ഒരു മാസത്തിൽ ഏറ്റവും കുറഞ്ഞ 15,000 മുതൽ 20,000 രൂപ വരെ കുട്ടികൾക്ക് എന്ത് എക്സ്പെൻസ് വരും. അതായത് ഇൻസുലിനും നീഡലുകളും മറ്റുമൊക്കെ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ അത് ഒരു ശരാശരി ഇപ്പോഴത്തെ ടൈപ്പ് 1 കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സാധ്യമല്ലാത്തൊരവസ്ഥയാണ്. ഓക്കെ, വളരെ നന്ദി. ഡോക്ടർ അഫ്രോസ് ആണ് പ്രതികരിച്ചത്. ഒരു രക്ഷിതാവ് കൂടി നമുക്കൊപ്പം, രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയിലേക്ക് ഇത് തള്ളിവിട്ടിരിക്കുന്ന ഷന നമുക്കൊപ്പം ചേരുന്നത്. കഴിഞ്ഞ നവംബർ തൊട്ട് കിട്ടാൻ തന്നെ ഇല്ല, ഇതിലൊരു ഈ ഷോർട്ട് ആക്ഷൻ ഇൻസുലിൻ കിട്ടാൻ തന്നെ ഇല്ല എന്നുള്ള റിപ്പോർട്ടൊക്കെയാണ് വന്നിരുന്നത്. അപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് നിങ്ങളൊക്കെ കടന്നു പോകുന്നത് അല്ലേ? അതെ മാഡം, ഞങ്ങൾക്ക് ഒരു 5-8 മാസമായിരുന്നു ഈ ഒരു ഇൻസുലിന്റെ ഒരു കിട്ടാത്ത പ്രതിസന്ധി. കുറച്ച് വരും, ഒരു മാസം നമ്മൾ എന്തെങ്കിലും സമരമോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധമോ സംഘടിപ്പിക്കുമ്പം പിന്നെ ഒരു മാസത്തേക്ക് ഇൻസുലിൻ വരും. അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ മാസം നമുക്ക് ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ വന്നു. അപ്പം ഈ മാസവും നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ഓർഡർ വന്നതാണ് വലിയൊരു ആശങ്ക ഉളവാക്കുന്നത്. ഈ ഷോർട്ട് ആക്ടിങ് ഒക്കെ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാത്രം ആക്കിയിട്ട് അതിന് മേലേക്കുള്ള കുട്ടികൾക്ക് ഇപ്പം കൊടുക്കാൻ പോകുന്ന റെഗുലർ ഇൻസുലിനൊക്കെ ആക്കിയിട്ടുണ്ട് എന്നുള്ളൊരു ഓർഡർ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു വേദനാജനകമായിട്ടുള്ളൊരു ഓർഡർ ആണ്. അപ്പം അതിൽ ഗവൺമെന്റ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് ഇങ്ങനെ ഒരു ഓർഡറിലേക്ക് പോയതെന്നാണ് പറയുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കുക അല്ലെങ്കിൽ നാളത്തെ തലമുറയെ സംരക്ഷിക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെയും നമ്മുടെ എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്തമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് കുഞ്ഞു മക്കളാണ്. ഒരു വയസ്സ്, എന്റെ മോക്ക് 3.5 വയസ്സിലാണ് വന്നത്, ഇപ്പം 11 വയസ്സായി. അപ്പൊ ഈ മക്കളെ ആരോഗ്യത്തോടെ നമുക്ക് മുന്നോട്ട് മറ്റുള്ള കുട്ടികളോടൊപ്പം ചേർത്ത് പിടിച്ച് ഇവരെ നല്ലൊരു ജീവിതത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുമ്പോൾ അത് എല്ലാവരുടെയും കൂടെ ഒരു എന്താ പറയുക ഒരു കടമയാണ്. അപ്പൊ ന്യൂസ് 18 ഇങ്ങനെ ഒരു ചർച്ച വെച്ചത് തന്നെ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസവും അതുപോലെ തന്നെ ഒരു അനുഗ്രഹവുമാണ്. ഈ ഒരു ഇൻസുലിന്റെ കാര്യം എന്ന് പറയുമ്പോൾ ഇവരുടെ ബോഡീനെയൊക്കെ അത്രയും ദോഷമായിട്ട് ബാധിക്കുന്ന ഡോക്ടേഴ്സ് ഒക്കെ ഇപ്പൊ പരാമർശിച്ചിട്ടുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഈ നമുക്കൊരു ഫണ്ട് കിട്ടുവാണെങ്കിൽ ഈ കുഞ്ഞുങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ നമുക്ക് എളുപ്പത്തിൽ സാധിക്കും. അപ്പൊ ആ ഫണ്ട് കളക്ഷൻ ഇപ്പൊ ഗവൺമെന്റിന് ഫണ്ട് കുറവാണെങ്കിൽ നമുക്ക് ഫണ്ട് കുറവുള്ള പ്രതിസന്ധികളിൽ എന്താണോ ചെയ്യുന്നത്, മുഖ്യമന്ത്രിന്റെ ദുരിതാശ്വാസ നിധി അതുപോലെ തന്നെ ക്രൗഡ് ഫണ്ടിങ്, അങ്ങനെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നമ്മൾ കേരളത്തിലെ ജനങ്ങളോടും കൂടി ആവശ്യപ്പെട്ട് ഈ ഞങ്ങളുടെ പൊന്നുമക്കളെ എങ്ങനെയെങ്കിലും നല്ലൊരു ജീവിതം നയിക്കാനുള്ള ഒരു സപ്പോർട്ട് പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്നും എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം എന്നാണ് എനിക്കൊരു അമ്മ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം ന്യൂസ് 18 ഞങ്ങളുടെ അകമഴിഞ്ഞ ഒരു നന്ദി രേഖപ്പെടുത്തുന്ന ഇങ്ങനെ ഒരു ചർച്ച സംഘടിപ്പിച്ചതിൽ. തീർച്ചയായിട്ടും ശ്രീമതി ഷന, അങ്ങനെ ഒരു ഇടപെടലിലേക്ക് സംസ്ഥാന സർക്കാരും കടക്കട്ടെ. ശ്രീ അബ്ദുൾ ജലീലും നമുക്കൊപ്പം ചേരുന്നു. ഡയബറ്റീസ് സൊസൈറ്റി സെക്രട്ടറി ശ്രീ അബ്ദുൾ ജലീൽ, ഷോർട്ട് ആക്ഷൻ ഇൻസുലിൻ ഈ 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നത് അത് ശാരീരികമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ ലോങ് ടൈം ആഫ്റ്റർ ഇഫക്ട്സ് ഒക്കെ ഡോക്ടർമാർ പറയുകയുണ്ടായി. ഏതെങ്കിലും സൊസൈറ്റി വഴിയും ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമ്മർദ്ദം സർക്കാരിൽ ചെലുത്തിക്കൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ ആരോഗ്യ വകുപ്പുമായിട്ടും അതുപോലെ തന്നെ സാമൂഹ്യ നീതി വകുപ്പുമായിട്ടൊക്കെ ഈ കാര്യങ്ങൾ ബന്ധപ്പെട്ടിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും ഈ ഒരു അസുഖത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരിക്കൽ പിടിപെട്ടാൽ അത് ജീവിതാവസാനം വരെ ശരിയായ രീതിയിൽ ചികിത്സിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമാണ്.
അപ്പൊ അതിനെ ശരിയായ രീതിയിൽ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ട ഇൻസുലിനാണ് 2018 മുതൽ ഈ 7 വർഷത്തോളം ഗവൺമെന്റ് ശരിയായ രീതിയിൽ തന്നെയാണ് അത് നൽകിയിട്ടുള്ളത്. ഈ ഒരു ഏപ്രിൽ സാമ്പത്തിക വർഷം മുതലാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി കാരണം ഈ കുട്ടികൾക്ക് ചികിത്സയിലേറെ ബുദ്ധിമുട്ട് നേരിടുന്ന ഇൻസുലിനേക്ക് ഗവൺമെന്റ് മാറിയിട്ടുള്ളത്. അപ്പൊ ഇത്തരം ഡോക്ടേഴ്സിന്റെ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ വെച്ച് ഞങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു നിവേദനം സമർപ്പിക്കുകയും ഈ കുട്ടികളുടെ ആശങ്ക ഗവൺമെന്റിനെ അറിയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഗവൺമെന്റ് അത് പരിഹരിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. റൈറ്റ്, വളരെ നന്ദി ശ്രീ അബ്ദുൾ ജലീൽ. ഒരിക്കൽ കൂടി അനുമോദിലേക്ക്. അനുമോദ്, രക്ഷിതാക്കൾ പോലും നന്ദി പറയുന്നു. അനുമോദ്, ഈ ഒരു വാർത്ത അതൊരു ഇടപെടൽ കൂടിയാണ്. പിന്നെ ഇനി ഇത് ഏത് തരത്തിലുള്ളൊരു സമ്മർദ്ദമാണ് സർക്കാരിലേക്ക് ഉണ്ടാവുക എന്ന് കൂടിയാണ് ഉറ്റുനോക്കേണ്ടത്. ക്രൗഡ് ഫണ്ടിങ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തുകൂടെ എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്നു. ഒരു രാഷ്ട്രീയ സമ്മർദ്ദം കൂടി ഈ ഭാഗത്തിനകത്ത് ഉണ്ടാകേണ്ടതുണ്ട്. ആ തരത്തിലേക്ക് കൂടി ഉള്ള ഇടപെടലുകൾ നടക്കുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? അപർണ, അവഗണിക്കപ്പെടുകയാണ് സത്യം പറഞ്ഞാൽ ഈ കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ. ഇവരുടെയൊക്കെ ഈ ഒരു നീറുന്ന പ്രശ്നം എത്രമാത്രം ഗുരുതരമാണെന്ന് സത്യത്തിൽ ഒരു മേഖലയ്ക്കപ്പുറം ആർക്കും അറിയുന്നില്ല എന്നുള്ളതാണ്. അവരുടെ ജീവിതത്തിലെ സകല സന്തോഷവും സകല സമ്പാദ്യവും കുട്ടികളുടെ ഈ ആരോഗ്യത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. ഊണും ഉറക്കവും ഉപേക്ഷിച്ച് വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമുക്കിവിടെ സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് ഇതിൻ്റെ ഈ ഒരു ഗുരുതരമായ സാഹചര്യം മനസ്സിലാക്കി ഫണ്ട് കണ്ടെത്തുക എന്നുള്ളതാണ്. അതിന് നിലവിലുള്ള ചട്ടങ്ങളായിരിക്കില്ല ഒരുപക്ഷെ ഒരു പ്രയോറിറ്റി നൽകേണ്ടതായിട്ട് വരും. എന്തുകൊണ്ട് ഈ കുട്ടികൾക്ക് ഇത് നൽകേണ്ടതുണ്ട് എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം സത്യത്തിൽ ആരോഗ്യവകുപ്പും സാമൂഹ്യ നീതി വകുപ്പും ഒക്കെ മനസ്സിലാക്കി കുറേയും കൂടി ഒരു മനുഷ്യത്വപരമായ സമീപനം ഇതിൽ സ്വീകരിക്കേണ്ടതുണ്ട്. കാരണം അത്രമാത്രം വലിയ സങ്കടമാണ് ആ കുട്ടികളുടെ അവസ്ഥ, അതേപോലെ ആ കുട്ടികളുടെ രക്ഷിതാക്കളുടെ അവസ്ഥ. ഇതൊക്കെ ഏത് പ്രായത്തിൽ വേണമെങ്കിലും ഏത് കുട്ടികൾക്കും വേണമെങ്കിലും വരുമെന്നതുകൊണ്ട് തന്നെ ഇവിടെ കുറെ കൂടി ഒരു ജാഗ്രത ഈ കുട്ടികളുടെ കാര്യത്തിലൊക്കെ നൽകേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് നന്ദി പറയുന്നതിനപ്പുറം സർക്കാർ ഇതിൽ ഇടപെടുക എന്നുള്ളതാണ് അടിയന്തരമായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം. അതിന് നമുക്ക് ഏതറ്റം വരെ പോകാൻ കഴിയുമെന്നതാണ് നമ്മളിവിടെ ഇനി തീർച്ചയായിട്ടും പരിശ്രമം തുടരേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് വയ്ക്കാനുള്ള ഒരു കാര്യം. അപർണ, തീർച്ചയായിട്ടും. CV അനുമോദ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്ന്.